അസീസിയിലെ വിശുദ്ധ ക്ലാരയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും ഹൃദ്യമായിട്ട് എല്ലാവർക്കും ആശംസിക്കുന്നു. വിശുദ്ധ ക്ലാരയെക്കുറിച്ച് ഓർക്കുമ്പോൾ വിശുദ്ധ ക്ലാര 2 പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. ഒന്നാമതായിട്ട് ക്ലാര ജനിക്കുന്നതിന് മുമ്പ് അവളുടെ അമ്മയ്ക്ക് ലഭിച്ച ഒരു പ്രവചനം. അത് ഇപ്രകാരമായിരുന്നു: ഒരു ദിവസം പ്രസവത്തിന് മുമ്പായിട്ട് ഓർത്തലോന ക്ലാരയുടെ അമ്മ ഒരു ദേവാലയത്തിൽ പ്രവേശിച്ച് ക്രൂശിത രൂപത്തിന് മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കുകയായിരുന്നു, ഒരു സുഖപ്രസവം നൽകണമേ എന്ന്. ദൈവം അവൾക്ക് ഉത്തരം കൊടുത്തു: സ്ത്രീയെ, നീ ഭയപ്പെടേണ്ട. നിന്നിൽ നിന്ന് ജനിക്കാൻ പോകുന്നത് ഈ ലോകത്തിന് മുഴുവൻ പ്രകാശം നൽകുന്ന ഒരു വ്യക്തിയാണ്. അവൾക്ക് സന്തോഷമായി. രണ്ടാമത്തെ പ്രവചനം നടക്കുന്നത് അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിലൂടെയാണ്. ക്ലാര സഭ സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ് സാൻ ദമയാനോ ദേവാലയം പുനരുദ്ധരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് അവിടെ കൂടിയിരുന്ന ആളുകളോട് വിളിച്ചു പറഞ്ഞു: നിങ്ങൾ എന്നെ സഹായിക്കുവിൻ. കാരണം ഈ ദേവാലയം ഒരുപാട് പേരുടെ ഒരു കേന്ദ്രമായിട്ട് തീരുകയാണ്. പാവപ്പെട്ട സ്ത്രീകൾ ഒരുമിച്ച് താമസിക്കാനായിട്ട് പോവുകയാണ്. വിശുദ്ധരായ സ്ത്രീകൾ ഇവിടെ ഒരുമിച്ച് കൂടാനായിട്ട് പോവുകയാണ്. ഇതായിരുന്നു ഫ്രാൻസിസിൻ്റെ പ്രവചനം. അന്ന് വിശുദ്ധ ക്ലാര സന്യാസം സ്വീകരിച്ചിട്ടില്ലായിരുന്നു. ഈ 2 പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിട്ടാണ് ക്ലാര 12ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഈ ലോകത്തിലേക്ക് ഉദയം ചെയ്യുന്നത്. ഉദയം ചെയ്യുന്നത് എന്ന് ഞാൻ പറയാൻ കാരണം, ക്ലാര എന്ന വാക്കിൻ്റെ അർത്ഥം തെളിമ, പ്രകാശം എന്നാണ്. ഇറ്റാലിയനിൽ ക്യാര എന്ന വാക്ക് ആണ് ഇതിനെ സൂചിപ്പിക്കുക. ക്യാര എന്ന വാക്കിൻ്റെ അർത്ഥം പ്രകാശം, തെളിമ എന്ന് തന്നെയാണ്. ഈ ഒരു തെളിമ ഈ ലോകത്തിന് നൽകാനായിട്ട് അസീസിയിലെ വിശുദ്ധ ക്ലാരയ്ക്ക് സാധിച്ചു. കാരണം അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് മറ്റൊരു ക്രിസ്തുവായിട്ട് ഈ ലോകത്തിൽ ജീവിച്ചുവെങ്കിൽ ആ ക്രിസ്തുവായി ജീവിച്ച ഫ്രാൻസിസിനെ ഏറ്റവും അടുത്തനുകരിച്ച മറ്റൊരു ഫ്രാൻസിസ് ആയിരുന്നു വിശുദ്ധ ക്ലാര. അതുകൊണ്ട് തന്നെ ഈ ക്ലാര ഈ ലോകത്തിന് മുഴുവൻ പ്രകാശമായിട്ട് തീരുന്നുണ്ട്. ഇങ്ങനെ ഒരു പ്രകാശം പരത്തിയ വലിയ ഒരു വിശുദ്ധ ഇന്ന് നമ്മൾ അനുസ്മരിക്കുമ്പോൾ ആ വിശുദ്ധ നൽകുന്ന സന്ദേശം നമ്മൾ ഉൾക്കൊള്ളുകയാണ്. 2 കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായിട്ടും പറയാനായിട്ടുള്ളത്. ഫ്രാൻസിസിന് പോലും പ്രകാശമായിട്ട് പിന്നീട് ക്ലാര തീരുന്നുണ്ട്. ഫ്രാൻസിസ് തൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് വരുമ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് തീരുമാനിക്കാനായിട്ട് ക്ലാരയുടെ ഉപദേശം തേടി തൻ്റെ സഹോദരനായ സിൽവസ്റ്ററെ അവിടത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ ക്ലാര ഫ്രാൻസിസിന് പോലും ഒരു പ്രകാശമായിട്ട് തീരുന്നുണ്ട്. ഈ പ്രകാശമായി തീരാനായിട്ട് ക്ലാരയ്ക്ക് കഴിയുന്നത് ദിവ്യപ്രകാശമായ ക്രിസ്തുവിൽ നിന്ന് ശക്തി സ്വീകരിച്ചതുകൊണ്ടാണ്. പരിശുദ്ധ കുർബാനയുടെ വലിയൊരു ആരാധകയായിരുന്നു, ഉപാസകയായിരുന്നു വിശുദ്ധ ക്ലാര എന്ന് നമുക്ക് പറയാതിരിക്കാനായിട്ട് സാധിക്കുകയില്ല. തൻ്റെ ജീവിതത്തിലുടനീളം പരിശുദ്ധ കുർബാനയോട്, ആരാധനയോട് അഭേദ്യമായ ബന്ധം പുലർത്തിയ വിശുദ്ധ ക്ലാര തന്നെ ആക്രമിക്കാനായി, തൻ്റെ കന്യകാലയത്തെ, തൻ്റെ സഹോദരിമാരെ ആക്രമിക്കാനായിട്ട് വന്ന സാരസന്മാർക്ക് നേരെ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് പിടിച്ചുകൊണ്ട് വളരെ ശക്തമായിട്ട് പ്രതിരോധിക്കുമ്പോൾ ഈ സാരസന്മാർ വലിയൊരു ശക്തി കൊണ്ട് പിൻവാങ്ങുകയാണ്. തീർച്ചയായിട്ടും പരിശുദ്ധ കുർബാനയോട് ഈ ഒരു അഭേദ്യമായ ബന്ധം വിശുദ്ധ ക്ലാരയ്ക്ക് സ്ഥാപിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് തന്നെയാണ് 1958 12ാം പിയൂസ് മാർപ്പാപ്പ വിശുദ്ധ ക്ലാരയെ ടെലിവിഷൻ്റെ മധ്യസ്ഥയായിട്ട്, പേട്രണസായിട്ട് പ്രഖ്യാപിക്കുന്നത്. കാരണം തൻ്റെ കന്യകാലയത്തിൽ, കോൺവെൻറ്റിൽ പരിശുദ്ധ കുർബാന നടക്കുമ്പോൾ രോഗിയായി കിടന്ന വിശുദ്ധ ക്ലാരയ്ക്ക് തൻ്റെ മുറിയുടെ ഭിത്തിയിൽ പരിശുദ്ധ കുർബാന കാണുവാനായിട്ട് ദർശനം ലഭിച്ചു എന്ന് തൻ്റെ ജീവിതത്തിൽ വിശുദ്ധ ക്ലാര സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ക്ലാരയെ ടെലിവിഷൻ്റെ മധ്യസ്ഥയായിട്ട് പ്രഖ്യാപിക്കാനുള്ള കാരണം. ദൈവത്തിൻ്റെ ദർശനം ലഭിച്ചവളാണ്, ദൈവത്തിൽ നിന്ന് പ്രകാശം സ്വീകരിച്ചവരാണ്. ആ പ്രകാശം ലോകത്തിന് മുഴുവൻ കൊടുക്കാനായിട്ട് വിശുദ്ധ ക്ലാരയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ തന്നെ മറ്റൊരു പ്രകാശഗോളമായിട്ട്
വിശുദ്ധ ക്ലാര ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് അനേകർക്ക് പ്രകാശമായിട്ട് ഫ്രാൻസിസ്കൻ 2-ാം സഭയിലൂടെയും ഫ്രാൻസിസ്കൻ 3-ാം സഭയിലൂടെയും അതിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കാനായിട്ട് അനേകർക്ക് പ്രചോദനമായിട്ട് വിശുദ്ധ ക്ലാര മാറുന്നുണ്ട്. ഈ ക്ലാരയുടെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലോകത്തിന് മുഴുവൻ പ്രകാശം നൽകാൻ, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കാൻ, ഈ ലോകത്തിന് മുഴുവൻ ശാന്തി പകരാൻ, അന്ധകാരമുള്ളിടത്ത് പ്രകാശമായി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അങ്ങനെ വിശുദ്ധ ക്ലാരയുടെ തിരുനാൾ നമുക്ക് ഒരു അനുഭവമായിട്ട് തീരട്ടെ. ഒരിക്കൽ കൂടി തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.